അന്നൊരു ഞായറാഴ്ചയായിരുന്നു. പള്ളിയുടെ മുറ്റത്തേക്ക് തൻ്റെ സുഹൃത്തിനൊപ്പം പ്രിയതമയുടെ കൈ പിടിക്കാൻ നിൽക്കുമ്പോൾ അയാൾ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് നല്ല ആൻസൈറ്റി ഉണ്ട്, ടെൻഷനുണ്ട്, പക്ഷേ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ. അതേ പള്ളിയിലേക്ക് 11 ദിവസങ്ങൾക്കിപ്പുറം അതേ പ്രിയതമയുടെയും സുഹൃത്തിൻ്റെയും കൂടെ എത്തുമ്പോൾ അയാൾ നിശ്ചലനായിരുന്നു. മുഖത്ത് ആൻസൈറ്റിയോ പരിഭവങ്ങളോ ഇല്ല, ശാന്തനായി കാണപ്പെട്ടു. ടിയാഗോ ജോട്ട, ദ നമ്പർ 20. മരണമൊരു ഡിഫൻഡറിൻ്റെ വേഷം കെട്ടി വന്നപ്പോൾ ആ പ്രതിരോധത്തെ കീറിമുറിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മാനയും സലയും ബോബിയും അടങ്ങുന്ന എക്കാലത്തെയും മികച്ച ലിവർപൂളിൻ്റെ മുന്നേറ്റ നിരയിൽ സ്വന്തമായ ഒരു ഇരിപ്പിടം അയാൾ കെട്ടിപ്പടുത്തു. അയാളൊരു മികച്ച ഡ്രിബിളറായിരുന്നു. പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ പ്രതിരോധ കോട്ടകളെ വെട്ടിമാറ്റുന്ന ഫിനിഷർ. സ്ട്രൈക്കറാകാനും വിങ്ങറാകാനും ഫോൾസ് നയനാകാനും അയാൾക്ക് സാധിക്കും. ലിവർപൂൾ വഴുതി വീഴുമെന്ന് തോന്നിയിടത്തൊക്കെ ജോട്ട ഒരു രക്ഷകനായി അവതരിക്കും. ആ കാലുകൾ ഒരിക്കലും ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന വിശ്വാസം അയാൾ കളത്തിലുള്ളപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയുടെയും അവസാനത്തിൽ ഞങ്ങൾ കണ്ടിരുന്ന ഡ്രിബിളിങ്ങുകളും ഡിഫൻഡേഴ്സിനെ കബളിപ്പിക്കുന്ന ടേണുകളും ആ പെർഫെക്റ്റ് ഫിനിഷുകളും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതിഹാസ താരവും സഹകളിക്കാരനുമായിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ പോലെ, ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. ബൈബിളിൽ പറയുന്നുണ്ടത്രേ, സ്വർഗത്തിൽ മാലാഖമാർ 24 മണിക്കൂറും സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ആ സങ്കീർത്തനം ജോട്ടയ്ക്ക് വേണ്ടിയാണ്, ജോട്ടയ്ക്ക് വേണ്ടി മാത്രം.